എന്താ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, പതിവായിട്ടൊരു സന്ധ്യാദീപ കാഴ്ച. സന്ധ്യാ നേരത്ത് ഐശ്വര്യമുള്ളൊരു പെൺകുട്ടി നിന്ന് ദീപം തെളിക്കുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. മെഴുകുതിരി വെളിച്ചം മാത്രം കണ്ട് ശീലിച്ച നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ മരങ്ങോടം മാപ്പിളെ. ഇനി ദം പിടിക്കാൻ വയ്യ. പറഞ്ഞു തന്ന അടവുകൾ ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. തുടങ്ങാം. വാരി വലിഞ്ഞ് ഇടത് മാറി വലത് മാറി നിന്ന് തിരിഞ്ഞമർന്ന് വലിഞ്ഞൊഴിഞ്ഞ് ഈ അടവ് പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെയോ ഒഴി? ഞാൻ സ്വല്പം നേരത്തെ ഒഴിച്ചതാ. അത് ഒഴിയാൻ എന്റെ കർത്താവ്, തല കൊയ്യരുത്. എന്റെ കർത്താവ്, അങ്കക്കലി മൂത്ത് തല കൊയ്യാൻ നിന്നപ്പോഴാണല്ലോ സുഗന്ധി വന്ന് തലയിട്ടത്. നീ പേടിച്ചു പോയോ? ഞാൻ ഇവരെ കുറച്ച് നല്ല അടവുകൾ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ വാളും കത്തിയും കൊണ്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട. ഇതുവരെ തമാശന് വേണ്ടിട്ടല്ലേ? നിങ്ങളിങ്ങനെ സംസാരിച്ച് കേൾക്കാതെ എന്റെ തല കൊയ്യി. ഞാൻ പോയി കുളിക്കട്ടെ. നീ പോയി വേഗം കുളിക്കൂ ഉർമീസ്. അതെ ഉർമീസേ, 2 ചായയും കൂടി എടുത്തോ. കുളിച്ചിട്ട് ചായ ഇടണോ ചായ ഇട്ടിട്ട് കുളിക്കണോ? കുളിച്ചോണ്ട് ചായ ഇട്. ഓക്കെ. ഓടോ. നീ ഈ കൊട്ടാരൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണ്, ഞാനിപ്പോ വരാം. എങ്ങനെയുണ്ട് കൊട്ടാരൊക്കെ ചുറ്റിക്കണ്ട? അയ്യോ, ഇത്രയും വലിയ കൊട്ടാരത്തില് അനന്തേട്ട ഒറ്റയ്ക്കാ താമസിക്കുന്നേ? എന്റെ കൂടെ പിശാശുണ്ട്. ചായ റെഡി. വിളിച്ച് കൂവണ്ട, ഹോട്ടലല്ല. നിന്നോട് ആരാ കൊണ്ട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? വക്കീലല്ലേ പറഞ്ഞ ചായ ഇട്ടുകൊണ്ടുവരാൻ? ഇടാനല്ലേ പറഞ്ഞല്ലോ, കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. ചായ ഇടാൻ പറയുമ്പോഴാണ് കൊണ്ടുവരാൻ പറയുമ്പോ കൊണ്ടുവരണം. എനിക്ക് രോഗം മനസ്സിലായി. ഞാനിപ്പോ കൊട്ടാരത്തിലെ കട്ടുറുമ്പായി മാറിയല്ലേ? സാറേ, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടാത്തൊരു ചൊല്ലുണ്ടറിയോ? അയ്യേ, ഈ ചായയിൽ എന്തോ സോപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. കുളിച്ചോണ്ട് ചായ ഇട്ടാ പിന്നെ സോപ്പല്ലാതെ സോഡ ചോദിക്കൂ. ഞാൻ വക്കീലും. ഇത് മുംബൈയിലെ ഒരു ഹോട്ടലിന്റെ മോഡലാ. എന്റെ അങ്കിളായിരുന്നു അതിന്റെ ഇന്റീരിയർ ഡിസൈനർ. നമുക്ക് ഇൻഡോ ഇറ്റാലിയൻ കൾച്ചർ ക്ലബിൽ കിണാപ്പ് ഉണ്ടാക്കണ്ട. ഒരു മാസം ചെരച്ചു വന്നിരിക്കുന്നു ഇൻഡോ ഇറ്റാലിയൻ കോപ്പ്. ഈടോ അടുത്ത മാസം ഓപ്പൺ ചെയ്യേണ്ടതാ. നാടമുറിക്കുന്ന ആരാന്നറിയാവോ? കേന്ദ്രമന്ത്രിയാ. വലിയ ഗോത്താഴത്തെ ഡിസൈനർമാര്. ഡിസൈൻ സെലക്ട് ചെയ്യാൻ താമസിച്ചോണ്ടാ. ഇന്നേനെ തുടങ്ങിയാൽ 1 മാസത്തിനാ തീരും. ഏത് ഡിസൈനാ വേണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹോട്ടലിന്റെ പേര് നിങ്ങൾക്കറിയാവോ? ന്യൂ പാലസ്. അങ്ങനെ പേരിടാൻ കാരണം എന്താണെന്നറിയാവോ? കൊട്ടാരങ്ങളുടെയും കോവിലകങ്ങളുടെയും നാടാണ് അനന്തപുരി. അതുകൊണ്ടാണ് നമ്മൾ ആ പേരിട്ടത്. പേര് മാത്രം രാജകീയമായാ മതിയോ? പോരാ, അതിന്റെ ഗട്ടിലും മട്ടിലും ഒരു രാജകീയത വേണം. അകം കണ്ടാൽ കൊട്ടാരം തന്നെ ആയിരിക്കണം. സാർ, എന്റെ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുമ്പോ എത്ര ലക്ഷങ്ങളാവുമെന്ന്? അതിന് താൻ വേർക്കണ്ട. ലക്ഷങ്ങളല്ല, കോടികൾ വരും. എടോ, ഒറ്റാരി കിടക്കുമ്പോ കുളം തപ്പണ്ട കാര്യമുണ്ടോ? കണക്കൊക്കെ ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിച്ചേക്കണം. നിലവിളക്ക് വെക്കുന്നോ? തന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് അനുഭവം ചോദിക്കാതെ എന്റെ അമ്മാവനാ. അല്ല, യവൻ കരുതി പല രാജാവുമായിരിക്കുന്നല്ലേ? അല്ല, കൊട്ടാരം വിദൂഷകനാണെന്ന് വിചാരിച്ചു. ഇവനാരാ മനസ്സിലായില്ല? എന്റെ ഗുമസ്തനാ ഉർമീസ്. എനിക്കൊരു സഹായത്തിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ ആശാൻ നല്ലൊരു കുക്കും കൂടിയാ. കുക്ക് നിന്റെ ഈ അമ്മാവനാ? എന്താ പറഞ്ഞേ? ഈ ബുക്ക് അമ്മാവന് കൊടുക്കട്ടെ ചോദിച്ചാ? അമ്മാവൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വന്നപ്പോ നിങ്ങളെ ആരും ഇവിടെ കണ്ടില്ല. എന്നാ പിന്നെ ഈ കൊട്ടാരൊക്കെ ചുറ്റിടന്ന് കണ്ടേക്കാവുന്നത്. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. എല്ലാം നല്ല ഉരുപ്പടികളാണ്. ഈ മച്ചൊക്കെ പഴയ തേക്കിന്റെ കാതല. ഈട്ടിയാ? ഈട്ടിയാണോ? ഞാൻ പറഞ്ഞില്ലേ ഈട്ടി തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഭരണം. കുഴപ്പമില്ല, ഈ മാസം നല്ലൊരു തുക സർക്കാരിലേക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പൊ എന്റെ ശുപാർശ മോശമായില്ല. വരുമാനം ഇനിയും വർദ്ധിപ്പിക്കണം. അത് നമുക്കൊരു അന്തസ്സാ. ഞാനുമായിട്ട് ഈ സ്ഥാനത്തിന് പിടിവലി ഉണ്ടാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി എനിക്ക് 4 വർത്തമാനം പറയണം.
ഞാനും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അമ്മ. ഞാനും. നീ ശ്രമിക്കണ്ട. ഇല്ലേ? നീ ഒരു ചായ ഇട്ടുണ്ടോ? അമ്മവന് പോകാൻ ധൃതിയുണ്ട്. വിത്തൗട്ടല്ലേ? കണ്ടാൽ അറിയാം വിത്തൗട്ടാണെന്ന് കാണാൻ. ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നോട് വിശദമായിട്ടൊരു കാര്യം സംസാരിക്കാനാ. ഇനി അതങ്ങോട്ട് വെച്ച് കിട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സുഗന്ധി എന്ത് പറഞ്ഞു അമ്മ? ഇത്തരം കാര്യങ്ങളെ പറ്റി അവളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ചെയ്യുന്നൊക്കെ അവക്ക് വേണ്ടിട്ടല്ലേ. അവൾ എതിർപ്പൊന്നും പറയില്ല. ചായ റെഡി. ചൂട് ലേശം കുറവാ. അസല് ചായ, നല്ല കൈപ്പുണ്യം. ഈ തിരുവായ്മൊഴി മുദ്രപത്രത്തിൽ എഴുതി തരാവോ? ഗുമസ്തപ്പണി ഇല്ലെങ്കിൽ അവിടെ ഒന്ന് കുക്കായിട്ടെങ്കിലും നിൽക്കാമല്ലോ. അപ്പൊ നമുക്ക് എപ്പോ ഇപ്പൊ ആലോചിക്കാം. ഇവിടെ അത് അമ്മയും അപ്പൂപ്പനൊക്കെ ആയിട്ടൊന്ന് തീരുമാനിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ വൃദ്ധജനങ്ങളെ വലിച്ചഴക്കണോ? നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആവാം. ഇന്ന് രാത്രിയോ? അതിന് ചില ഒരുക്കങ്ങളൊക്കെ ഇല്ലേ അമ്മാവ? പിടിപിടിന്ന് ചെയ്യേണ്ട കാര്യമാണോ? എന്തോന്ന് ഒരുക്കം? ഒരു ലോറി പിടിക്കണം, 2 ചുമട്ടുകാരെയും വിളിക്കണം. ചുമട്ടുകാരോ? ടൗണിലുള്ള നമ്മുടെ ഹോട്ടലിന്റെ പണി ഏതാണ്ട് തീർന്നു വരികയാണ്. അപ്പൊ ഇന്ത്യൻ ഡെക്കറേഷനും മറ്റുമായിട്ട് വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത്? അതെങ്ങനെ ശരിയാവും? എന്താ ശരിയാകാത്തത്? ഈ കണ്ട ത്യാഗമൊക്കെ സഹിച്ച് നിന്നെ ഇവിടുത്തെ റിസീവറാക്കിയത് എന്തിനാണെന്ന് വിചാരിച്ചു? സർക്കാരിനെ നക്കാപ്പിച്ച സിറ്റിംഗ് ഫീസ് മേടിക്കാനോ? എടാ, ഒരു കേസ് 100 രൂപയ്ക്ക് കിട്ടിയോടാ നിനക്ക് ഇതിന്റെ 10 ഇരട്ടി. ഇത് നിയമവിരുദ്ധ അമ്മാവ അല്ലേ ഓർമ്മിസേ? IPC 304. എന്നാൽ എന്നോട് അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. കൊട്ടാരം വക സാധനങ്ങൾ ഓസിനടിച്ചു മാറ്റുന്നത് നിയമവിരുദ്ധം. യാതൊരു മാനദണ്ഡവുമില്ലാതെ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് പ്രകൃതി വിരുദ്ധം. എന്നാലും നാറാമോൻ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ. എന്തെങ്കിലും അവിഹിതം നടത്തിയാലേ വിഹിതം കൈവരൂ. വക്കീലിന് ബുദ്ധിയില്ലെങ്കിലും ഗുമസ്തന് ബുദ്ധിയുണ്ട്. കിട്ടാവുന്ന അത്ര ഇവിടുന്ന് അടിച്ചു മാറ്റണം. ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാവ. ഇവിടെയുള്ള സാധനങ്ങളും തടികളൊക്കെ സർക്കാർ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട സമാധാനം പറയേണ്ടത് ഞാനാ. അതിന് സമാധാനം പറഞ്ഞ വഴികളൊക്കെ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നിയമം ഉണ്ടാക്കിയപ്പോ തന്നെ അതിന്റെ പഴുതുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൂപ്പ് ഹോൾസ്. നേരത്തെ പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു മുതലാളി. എന്നെ അങ്ങയുടെ ഗുമസ്തനായിട്ട് നിയമിക്കണം. അതിന് ഞാൻ വക്കീലല്ലല്ലോ. വക്കീലല്ലെങ്കിലും സാധാരണ വക്കീലന്മാരെ പോലെ വെറും കീലല്ലല്ലോ. നിയമത്തിന്റെ വക്രതകൾ അറിഞ്ഞുകൂടാത്തവരുടെ കൂടെ നിന്ന് ഞാൻ മടുത്തു. മടുക്കണ്ട. ഇവന് വേണ്ട വക്രതയൊക്കെ പറഞ്ഞു കൊടുത്ത് നീ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കോ. അനന്ത, ആദർശം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇല്ലാത്തവന്റെ മുതലൊന്നും അല്ലല്ലോ, സർക്കാരിലേക്ക് കണ്ടുകെട്ടി പോകേണ്ട മുതലല്ലേ. പോയിന്റ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്റെ നേട്ടത്തിന് വേണ്ടിയല്ല. ഉണ്ടുപടുത്തവൻ എന്തിനാടാ ഉരുള? എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നിനക്കൂടി അവകാശപ്പെട്ടതാണ്. ലോറിയും പണിക്കാരും ഇന്ന് രാത്രി ഇവിടെ എത്തും. സാധനങ്ങൾ നിറച്ച വണ്ടി ഇവിടുന്ന് വിടണോ അതോ കാലി വണ്ടി വിടണോ എന്ന് നീ തീരുമാനിക്കുക. അതെ. ഓ, എന്തൊരു മഹാൻ. പിന്നെ ഒരാളെ ഒരു ദിവസം ഒരു പ്രാവശ്യം തൊഴുതാ മതി. നല്ല ബെസ്റ്റ് തടികൾ. നിന്റെ അമ്മാവന്റെ യോഗം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടുവെക്കുന്നത്. വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും 1 രൂപ പോലും കടം മേടിക്കാത്ത ഞാനാണ് ഇപ്പോ. ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ? കപ്പ, വാഴക്കൊല തുടങ്ങിയ ഫലവർഗാദികൾ മോഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോഷണം. ഇത് വെറും മോശ. അധികാരത്തിൽ ഇരിക്കുന്നവർ വരെ കോടികൾ അടിച്ചു മാറ്റുന്നില്ലേ? ആദ്യമായതുണ്ടായി മനപ്രയാസം. ഇനി അങ്ങോട്ട് ശീലമായിക്കോളൂ. അപ്പൊ എല്ലാരും കൂടി എന്നെ കള്ളനാക്കി അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ? രാജയോഗത്തിന് വിധി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത്. അകത്ത് കിടക്കാനാണ് വിധിയെങ്കിൽ അതും അനുഭവിച്ചല്ലേ കഴിയും. അങ്ങനെ ഞാൻ അകത്ത് പോകുന്നെങ്കിൽ അത് നിന്നെ കൊന്നിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ കശ്മലൻ അമ്മ അവനെ കൊണ്ടുവച്ചു വാ. ഇതൊക്കെ ആരെങ്കിലും കാണുമെന്ന് മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഓ, ഈ പാതിരക്ക് ഏത് തെണ്ടിയാ ഉറക്കളച്ചിതൊക്കെ കാണാനിരിക്കുന്നത്? അതെന്താ അവനെ പേടിപ്പിച്ചതാ? ഞാനാ സാക്ഷി. നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവൂ. നീ എന്ത് കണ്ടെന്താ? ലോറി, തടി, പോലീസ്, ജയില്, എനിക്കൊരു പണിയായി. എന്നാ വരട്ടെ സാറും വരെ. ദേവൻ രക്ഷപ്പെട്ടു. വിടരുന്നവനെ പിടിച്ചോ. അവനെവിടെ
പോയി. ദാ പോണു തണ്ടി. പിടി അവനെ. വിടല്ലേ? എന്റെ പുറകെ ഓടാ നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അവനെ വിട്ടാ പറ്റില്ല, പിടിച്ചോ. എന്നെ അങ്ങനെ കിട്ടത്തില്ല. എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ള ഒരു ആശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തടി മോഷ്ടിച്ചു, വിറ്റു, നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതെന്റെ കണ്ണിൽ തന്നെ പെട്ടു. ആ പോട്ടെ, കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ. ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആ. നല്ല പാചകമാണല്ലോ. ഉർമീസിന് ഇതിനു മുമ്പ് കുശിനിപ്പണിയായിരുന്നോ? ഇപ്പൊ കുശിനിപ്പണിയാണ്. മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം. അത് പോകെ പോകെ സാറിന് മനസ്സിലായിക്കോളും. തിരുമനസ് ഞണ്ണുക. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് കൊട്ടാരമാണ്, പച്ചക്കറികളെ പാടുള്ളൂ, കടിച്ചു പറിക്കുന്നൊന്നും പാടില്ല. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ, മാനേജ് ചെയ്തോളാം. ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും. എന്റെ കർത്താവേ, പേടിക്കണ്ട, ഞാനൊരു അക്ഷരം പറയത്തില്ല. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ, അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് കാണിക്കാതിരിക്കുവോ? അത് പഴഞ്ചോറായില്ലേ? ആ, പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്. അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നതല്ലേ? അതെ, എന്താ ചുമ്മാ, എന്ത് ചുമ്മാ? വെറും ചുമ്മാ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ടേക്ക് മാറിയിരുന്നേ. മതി ശേഖരൻ. ഇവരെന്തൊരു ഒത്തൊരുമ. ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹ. സാറ് തിന്നട്ടെ. മോനെ, നീ വന്നോടാ എന്റെ മോനെ. നീ എപ്പോഴും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ പിന്നെ ഒരു രസവുമില്ല. അതുകൊണ്ടല്ലേ അടിക്കടിക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. എങ്ങനെയുണ്ട് കൊട്ടാരത്തിലെ ജീവിതം? ഒന്നും പറയണ്ട പൂപ്പ, കൊട്ടാരത്തിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടാ. ഞാൻ നിന്റെ കൂടെ കൊട്ടാരത്തിൽ വന്നാൽ എന്താ എന്ന് ആലോചിക്കുക. നിനക്കൊരു കൂട്ടുവാങ്ങുമോ? എനിക്കിപ്പോ അവിടെയുള്ള കൂട്ടൊക്കെ തന്നെ ധാരാളമാ. അതിലൊരുത്തന്റെ കട്ടയും പടവും ഇന്നോ നാളെയോ ഞങ്ങൾ മടക്കാം. അതാരാ? ഒരു പ്രേതം. ഇരട്ട കൊലപാതകം നടന്ന സ്ഥലമല്ലേ, അതിലൊരു പ്രേതം. ഒക്കെ പറയാം, വാ. ആരടാ ഒന്ന് മനസ്സമായിട്ട് മൂത്തൊഴിക്കാൻ സമ്മതിക്കില്ലോ? ഇവിടെ വാടാ, നിന്നെ ഞാൻ സമാധാനമായിട്ട് ഇരുത്താം. അയ്യോ, തമ്പുരാനായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അവന്മാരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ ഇപ്പൊ അവരുടെ അടുത്ത് കൂടിയല്ലേ? അയ്യോ, കൂടിയതല്ല, കൂടി പോയതാ. യക്ഷികളി തീറ്റി എന്ന് കരുതി സാക്ഷി സദാനന്ദ തോറ്റു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക, എന്നിട്ട് വേണ്ടതിനെ പുറത്തിറക്കാം. അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒന്ന് പിന്നൊരു കാര്യം, ഇതിൽ എന്റെ കൈയുണ്ടെന്ന് അവരറിയരുത്. അത് ഞാൻ ഏറ്റു. എന്നാ ബാക്കി ഒഴിച്ചോട്ടെ. അനന്താ, അനന്താ, ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ? അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഫലിതബിന്ദു വെക്കാനല്ലേ വന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനൊരു കക്ഷിയുടെ ഒപ്പിച്ചോണ്ട് വന്ന റമ്മ നശൂലെ നക്കിക്കൊണ്ടിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണത്തടിച്ചു. പോരാത്തതിന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. ഇന്ന് ആ തെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി പുഴയിൽ ഒഴുക്ക് ഞാൻ. ഇതിന് ഒത്തീർപ്പുണ്ടാക്കാൻ വന്നാൽ നീ അടിച്ചോ? അവൻ നിന്നെ ഇതേപോലെയാണ് അടിച്ചത്. അവൻ നിന്നോട് ഓംലെറ്റ് അടിക്കാൻ പറഞ്ഞോ? ഇന്ന് അവനെ പീസ് പീസ് ആക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. എന്നാ തുടങ്ങാം, വാ, പോ. അയ്യോ, കൈ കൈ. എത്ര നേരമാണോ പറഞ്ഞിട്ട്? 2 തടിയന്മാരിവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടായി തരാൻ പറ്റില്ലെന്ന് വെച്ചാ ചെത്തകളെ. തുടങ്ങിക്കോ. വാടാ, വാ. ലോറി, തടി, പോലീസ്, കോടതി, ജയില്. തുടങ്ങിക്കോ. എന്ത്? ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളാൻ. മച്ചോ ഉള്ളി അരിയാം. വാടാ, തകിട, തകിമി. തകിട. അയ്യോ, ഓംലെറ്റ് വേണ്ട. ഗുഡ് മോർണിംഗ്. ആരാ? ഞാൻ സദാനന്ദൻ.
കൊട്ടാരത്തിലെ റിസീവറുടെ പിയയാ. ഇത് കുറച്ച് പായസം. ഇന്നെന്റെ പിറന്നാളാ. അയ്യോ വേണ്ടിയിരുന്നില്ല. അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത്? ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട്, ഉർമീസ്. പേര് ഉർമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാരച്ചിട്ടയിൽ തന്നെ. എന്താ പേര്? രോഹിണി. നക്ഷത്രവും അത് തന്നെയാവും അല്ലേ? അല്ല, മകം. മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്തൊരു യോജിപ്പ്. ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത്? അതെ. അതിനൊന്ന് പൂരമല്ലല്ലോ, ആയില്ലല്ലേ? അതെ, ആയില്യാണ്. എന്നാ പൂരവുമാണ്. ഇപ്പൊ ഈ നാളുകൾക്കൊന്നും ഒരു സ്ഥിരതയും ഇല്ലാണ്ടായി. രാഷ്ട്രീയക്കാരെ പോലെ എപ്പോ വേണമെങ്കിലും കാര്യം പറയാതെ പിടിച്ചാട്ടെ. പാത്രം ഇപ്പത്തെ. വേണമെന്നില്ല. അബദ്ധമായല്ലോ. ഇവളീ നാളെ കയറി പിടിക്കുന്ന ആരുണ്ട്? വേറെ നമ്പർ ഇടാം.